പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നുവല്ലോ. എങ്ങനെയാകണം നമ്മുടെ നോമ്പനുഷ്ഠാനമെന്ന് തൊട്ട് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്രകാരമൊക്കെ ഒരുങ്ങി തന്നെയാണ് എല്ലാവരും നോമ്പിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് എന്ന് കർത്താവിൽ പ്രത്യാശിക്കട്ടെ. ഇന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളതുപോലെ ഒരാൾ നോമ്പ് അനുഷ്ഠിക്കുമെങ്കിൽ ആ നോമ്പ് ആ വ്യക്തിയിൽ ഏതെല്ലാം തലങ്ങളിലാണ് പ്രയോജനപ്പെടുക, എന്തെല്ലാം പ്രതിഫലങ്ങളാണ് നോമ്പ് നൽകുക എന്നുള്ളത് തിരുവചന വെളിച്ചത്തിൽ നാം ചിന്തിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം യെശയ്യാ പ്രവചനം 58 അധ്യായം 4 മുതൽ 7 വരെ തിരുവചനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായത്. എന്നാൽ ഇന്ന് അതിൻ്റെ തുടർച്ചയായി 8 മുതൽ 12 വരെ തിരുവചനങ്ങളിൽ നോമ്പ് യഥാർത്ഥ അനുഭവമാണെങ്കിൽ, സമർപ്പണമാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്തെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വേദഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, കർത്താവിൻ്റെ മഹത്വം നിൻ്റെ പിൻപട ആയിരിക്കും. അപ്പോൾ നീ വിളിക്കും, കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളക. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിൻ്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. കർത്താവ് നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പ് അടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. നിൻ്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥ നോമ്പനുഷ്ഠാനകർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോമ്പ് ഈ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് നമ്മെ അർഹരാക്കി തീർക്കുന്നതാകണം. എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ ഫലം? 1, നിൻ്റെ വെളിച്ചം അഥവാ നീ ഉഷസ് പോലെ പ്രകാശിക്കും. പാപത്തിൽ കിടന്നപ്പോൾ നീ ഇരുട്ടിലായിരുന്നു, അനീതി പ്രവർത്തിച്ചപ്പോൾ നീ ഇരുട്ടിലായിരുന്നു, നീ അക്രമം ചെയ്തപ്പോൾ നീ ഇരുട്ടിലായിരുന്നു, നീ വഴക്കാളിയും ഭിന്നതയുള്ളവനുമായിരുന്നപ്പോൾ നീ ഇരുട്ടിലായിരുന്നു. എന്നാൽ ഈ അവസ്ഥകൾക്കെല്ലാം മാറ്റം വരുത്തി കഴിയുമ്പോൾ നീ വെളിച്ചമാകും, നീ വെളിച്ചത്തിലാകും. നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും എന്ന് വെച്ചാൽ ഇരുട്ട് മൂടിക്കിടന്ന ഭൂമിയുടെ മുകളിലേക്ക് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ വരുന്ന പ്രകാശം പോലെ നിൻ്റെ ജീവിതത്തിലേക്കും നീ ബന്ധപ്പെടുന്നവരിലേക്കും വലിയ വെളിച്ചം പകരപ്പെടുമെന്നാണ് തിരുവചനം പറഞ്ഞു വയ്ക്കുന്നത്. നിന്നെ കാണുന്നവർക്ക് ഒരു പ്രകാശമായി തീരും, നിന്നെ കാണുന്നവരിലേക്ക് പ്രകാശം പകരപ്പെടും. ശരിയാണ് പ്രിയപ്പെട്ടവരെ, നീതി പ്രവർത്തിക്കുന്ന ഒരാൾ ആരോടെങ്കിലും ബന്ധപ്പെട്ടാൽ അവരിലേക്ക് നീതിയുടെ വെളിച്ചം പകരപ്പെടും. സ്നേഹത്തിൽ നിറഞ്ഞ ഒരാൾ ആരെങ്കിലുമായി ബന്ധപ്പെടുമ്പോൾ അവരിലേക്ക് സ്നേഹത്തിൻ്റെ വെളിച്ചം പകരപ്പെടും. വഴക്കും കലഹവുമില്ലാതെ വിനയാന്വിതനും വളരെ ശാന്തനുമായൊരു വ്യക്തി ആരോടെങ്കിലും ഇടപെടാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തിയിലേക്ക് ആ ശാന്തശീലവും വലിയ കരുതലുമൊക്കെ വെളിപ്പെട്ടു വരും. ചുരുക്കി പറഞ്ഞാൽ നോമ്പനുഷ്ഠാനം യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ നമ്മൾ വെളിച്ചങ്ങളായി മാറും. നമ്മുടെ വെളിച്ചങ്ങൾ ഉഷസ് പോലെ പ്രകാശിക്കും. നമ്മളെ കണ്ടുമുട്ടുന്ന സകല ആളുകളിലേക്കും ഈ വെളിച്ചം പകരപ്പെടുമെന്നാണ് ഇവിടെ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്. അങ്ങനെ ആകണം നമ്മുടെ നോമ്പ്. അത് സംഭവിക്കും, സത്യമായും നമ്മൾ ഉഷസ് പോലെ പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുന്നില്ലെങ്കിൽ നോമ്പിൽ നാം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. രണ്ടാമത് ഈ വേദഭാഗം പറഞ്ഞത്, നീ നീതി പ്രവർത്തികൾ ചെയ്യും, നിന്നെ നീതിമാനെന്ന് ലോകം കാണും. നോമ്പനുഷ്ഠാനം നീതിപ്രവർത്തികളുടെ ഇടമാണെന്ന് മുൻപ് പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി നീതിപ്രവർത്തികൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ നീതിമാനെന്ന് ലോകമെണ്ണും. നികൃഷ്ടനെന്ന് എണ്ണിയ ലോകം നിന്നെ നീതിമാനെന്നെണ്ണും. ജീവിതത്തിൽ മനസാക്ഷിയില്ലാത്തവനെന്നും മനസാക്ഷി കുത്തില്ലാത്തവനെന്നും അനീതി
ഒക്കെ ദുഷ്പേര് സമ്പാദിച്ച നിന്നെ നീതിമാനെന്ന് ലോകമെണ്ണും. യഥാർത്ഥത്തിൽ നോമ്പെടുക്കുന്ന ഒരു വ്യക്തി രാത്രി പകൽ പോലെ മാറുകയാണ് പ്രിയപ്പെട്ടവരെ, പുതിയൊരാളായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ നീതിയുടെ വക്താക്കളായി നമുക്ക് മാറുവാൻ കഴിയും, നമ്മുടെ അനുഷ്ഠാനം, നോമ്പനുഷ്ഠാനം യാഥാർത്ഥ്യമുള്ളതാണെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ നോമ്പ് നമ്മുടെ ജീവിതത്തെ വേണ്ടവണ്ണം പോസിറ്റീവായി സ്വാധീനിക്കുന്നില്ല, നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുന്നതുമില്ല. ഇന്ന് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ജീവിതം ഒരു നീതിമാന് ചേർന്നതാകണം, ഒരു ശുദ്ധിമതിക്ക് ചേർന്നതാകണമെന്ന ബോധം ദൈവമക്കൾക്കുണ്ടാകണം. സകല അനീതിയും മാറ്റുന്നുവെങ്കിൽ അതുണ്ടാകും. അങ്ങനെ ലോകം നമ്മെ കാണും, ലോകം നമ്മെ വാഴ്ത്തും, ലോകം നമ്മെ ഒരുപക്ഷെ പിന്തുടരുവാൻ അത് ഇടവരുത്തും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പുതുക്കത്തിൻ്റെ, മാറ്റത്തിൻ്റെ അനുഭവമായി തീരട്ടെ നോമ്പ്. വീണ്ടും മൂന്നാമത് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്, കർത്താവിൻ്റെ മഹത്വം നിന്നെ അനുഗമിക്കും. നീ പോകുന്നിടത്തൊക്കെയും, നീ പ്രവർത്തിക്കുന്നിടത്തൊക്കെയും നീ മുഖാന്തിരം ദൈവനാമം മഹത്വപ്പെടുമെന്നാണ്. നീ മുഖാന്തിരം ദൈവനാമം മഹത്വപ്പെടുമെന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠാനത്തിൻ്റെ മൂന്നാമത്തെ ഫലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം നമ്മെ പിന്തുടരുമെന്നുള്ളതാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ ഓരോന്നും പിന്നീട് ദൈവനാമ മഹത്വത്തിന് കാരണമായിത്തീരും. നമ്മൾ ഇടപെടുന്ന ഇടങ്ങളും ഇടപെടുന്ന സംഗതികളുമൊക്കെ ദൈവനാമ മഹത്വത്തിന് ഇടവരുത്തുന്നതായിത്തീരും. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം മുഴുവനും ദൈവനാമ മഹത്വത്തിന് ഉപകാരപ്രദമായിത്തീരും. നോമ്പെടുക്കുന്നയാളുടെ ജീവിതം കൊണ്ടുള്ള യഥാർത്ഥ മാറ്റം അതാണ്. നീ തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുമെന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നൊരു പക്ഷേ നമ്മൾ മുഖാന്തിരം ദൈവനാമം ദുഷിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവനാമം നിന്ദിക്കപ്പെടുന്നുവെങ്കിൽ, ദൈവനാമം ലോകത്ത് ആക്ഷേപിക്കപ്പെടുന്നുവെങ്കിൽ, അപഹസിക്കപ്പെടുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ വ്യക്തിയുടെ തുടർന്നുള്ള ചെയ്തികളിലൂടെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് ഇടവരും. ആ വ്യക്തിയുടെ ജീവിതം അപ്രകാരം വലിയ സാക്ഷ്യത്തിന് കാരണമായി തീരും. അതാണ് മൂന്നാമത് നോമ്പനുഷ്ഠാനത്തിൻ്റെ ഫലമായി നമ്മിൽ സംഭവിക്കുക. മറ്റൊരു ചിന്ത ഇതിന് മുകളിലുണ്ട്. നീ യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠിക്കുമെങ്കിൽ നിൻ്റെ സകല മുറിവുകൾക്കും പൊറുതി വരും, വളരെ വേഗത്തിൽ പൊറുതി വരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആന്തരികമായ മുറിവുകൾ പേറുന്നവരുടെ ആന്തരിക മുറിവുകൾക്ക് പൊറുതി വരും. ശാരീരികമായ രോഗങ്ങൾ പേറുന്ന പലർക്കും ആ രോഗങ്ങൾക്ക് ശമനം വരും. യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ഒരുപിടി രോഗങ്ങളുടെ പിന്നിൽ അവരുടെ ക്രമം കെട്ട ജീവിതമാണ്, മനസ്സിൻ്റെ താളം തെറ്റിയ അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് അവരുടെ മനോനിലയ്ക്ക് മാറ്റം വരുമ്പോഴാണ്. അവർ യഥാർത്ഥത്തിൽ അനുതപിച്ച് ജീവിതം ക്രമപ്പെടുത്തി ഒരു വിശുദ്ധ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അവരുടെ മനസ്സ് ശാന്തമാകുന്നതിലൂടെ, അവരുടെ ബന്ധങ്ങൾ നേരെയാകുന്നതിലൂടെ, അവരുടെ മനസ്സിലെ മുറിവുകൾ ഉണങ്ങുന്നതിലൂടെ അവരുടെ ശരീരത്തിലെ രോഗങ്ങൾക്ക് ശമനം വരും. യഥാർത്ഥത്തിൽ എല്ലാ വിധത്തിലുള്ള രോഗസൗഖ്യത്തിനും ഉപകാരപ്പെടുന്ന ഒരു അനുഭവമാണ് നോമ്പ്. ആ വിധത്തിൽ നോമ്പെടുത്തിട്ടുള്ള ആളുകളിൽ ഒത്തിരി പേർ കഴിഞ്ഞ നാളിൽ സുഖപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സുഖപ്പെട്ടത് എന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ചിലരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യത്തിന് നമുക്ക് ഇടവരേണ്ടതിന്, നമ്മുടെ ജീവിതത്തിലെ നോമ്പനുഷ്ഠാനത്തിലൂടെ നമുക്ക് സൗഖ്യം കിട്ടേണ്ടതിന് നമുക്ക് യഥാർത്ഥ സമർപ്പണത്തിൻ്റെ നോമ്പായി ഇത് തീർക്കുവാൻ കഴിയണം. ഓർക്കുക, ഉള്ളിലെ മുറിവുകളെല്ലാം ഉണങ്ങുവാൻ നോമ്പ് ഉപകാരപ്രദമാണ്. നോമ്പ് നിരപ്പിൻ്റെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊരു രമ്യതപ്പെടൽ സാധ്യമാകാത്തത്? അപ്പോൾ നമ്മുടെ എല്ലാ രോഗങ്ങളും മാറുവാനത് മുഖാന്തിരമാകും. ഇന്ന് പല ആളുകളും ഏതെല്ലാം വിധത്തിൽ എവിടെയൊക്കെ പോയി എത്രയൊക്കെ പണം മുടക്കി ചികിത്സിച്ചിട്ടും അവരുടെ ചില രോഗങ്ങൾ കണ്ടുപിടിക്കാനേ കഴിയുന്നില്ല, രോഗങ്ങളൊട്ട് മാറുന്നുമില്ല. എന്തേ മാറാത്തത്? മനസ്സിൽ ഉണങ്ങാത്ത ചില മുറിവുകൾ അവർ സൂക്ഷിച്ചു വെച്ചതുകൊണ്ടായിരിക്കില്ലേ? ചില ആളുകളോടുള്ള വെറുപ്പും കയ്പും അവർക്ക് മറക്കാൻ കഴിയാത്തത് കൊണ്ടാകില്ലേ? ചില ആളുകളോട് രമ്യതപ്പെടാനും അവരോട് ക്ഷമിക്കാനും കഴിയാത്തത് കൊണ്ടാകില്ലേ? ഈ നോമ്പ് കാലത്ത് നമുക്ക് സൗഖ്യം വരേണ്ടതല്ലയോ പ്രിയപ്പെട്ടവരെ? സൗഖ്യം വരേണ്ടതിന് ഈ നിരപ്പിൻ്റെ അനുഭവം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയണം.
രമ്യതപ്പെടലിൻ്റെയും നിരപ്പിൻ്റെയും അനുഭവത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ സുഖപ്പെടുകയാണ്. ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ ആനന്ദത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതാകണം നമ്മുടെ നോമ്പ് അനുഷ്ഠാനം. വളരെ വർഷങ്ങളായി അപ്പനും മകനും പിണങ്ങി യാതൊരു ബന്ധവുമില്ലാതെ പരസ്പരം പോരടിച്ച് പരസ്പരം കൊല്ലാനൊക്കെ ശ്രമിച്ച് ജീവിച്ച ഒരപ്പനെയും മകനെയും അച്ഛനറിയാം. അച്ഛൻ മുമ്പ് ശുശ്രൂഷിച്ച ഇടവകയിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അവർ 2 വീട്ടിലാണ് താമസിക്കുന്നത്. കീരിയും പാമ്പും പോലെയാണ്. അപ്പനോട് പറയുമ്പോൾ അപ്പൻ ഒരുപാട് ന്യായീകരണങ്ങളുണ്ട് ആ മകനോട് പൊരുത്തപ്പെടാതിരിക്കാൻ. അവൻ അത്രയ്ക്ക് ദോഷമാണ് എന്നോട് ചെയ്തത് എന്ന് അപ്പൻ പറയും. മകനോട് പറയുമ്പോൾ അപ്പൻ എന്നോട് ചെയ്ത നീതികേട് എത്ര നികൃഷ്ടമാണെന്ന് അച്ഛൻ അറിയില്ല. ആ അപ്പനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അയാളെ ഞാൻ കാലനായിട്ടാണ് കാണുന്നത്. അയാളൊരു ദുഷ്ടനാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വയ്ക്കട്ടെ, ഒരിക്കലൊരു 3 ദിവസത്തെ ഉപവാസം ഞങ്ങൾ സംഘടിപ്പിച്ചു. ചില ദൈവദാസന്മാരും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു നിനിവേ നോമ്പിൻ്റെ അനുഭവമാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മ. ആ 3 ദിവസം ഉപവാസത്തിൽ ആ മകൻ പങ്കെടുത്തു. 3 ദിവസവും ദൈവസന്നിധിയിലിരുന്ന് ധാരാളം സമയം പ്രാർത്ഥിക്കുവാനും സ്വയം പരിശോധിക്കുവാനും സ്വന്തം കുറവുകൾ കണ്ടുപിടിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ഒക്കെ ഞങ്ങൾ ചിലവഴിച്ചു. രാവും പകലും ഒരുപോലെ ദൈവസന്നിധിയിലിരിക്കുകയാണ്. ചുരുങ്ങിയ മണിക്കൂറുകൾ ഉറങ്ങുന്നതൊഴിച്ചാൽ മുഴുവൻ സമയം കർത്താവിനോട് കൂടെ ദൈവസന്നിധിയിലിരിക്കുകയാണ്. ആ ഉപവാസത്തിൻ്റെ അവസാന നാളിൽ ആ മകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ആർക്കും നിയന്ത്രിക്കാനാകാതെ വണ്ണമുള്ള നിലവിളിയാണ്. നിലവിട്ട നിലവിളിയാണ്. ചങ്കുപൊട്ടി അലറി അലറി കരയുകയാണ്. ആർക്കും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ആ മനുഷ്യനെ ഒരുപാട് സാന്ത്വനിപ്പിച്ച ശേഷം ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കിപ്പോഴെൻ്റെ അപ്പനെ കാണണം. ഇപ്പോൾ തന്നെ എൻ്റെ അപ്പൻ്റെ കാൽക്കൽ വീണ് എനിക്ക് ക്ഷമ പറയണം. എൻ്റെ അപ്പനോട് എനിക്ക് രമ്യതപ്പെടണം. അതിനെന്നെ സഹായിക്കണം. രാത്രി 8 or 9 മണിയായി. പ്രിയപ്പെട്ടവരെ, ഒട്ടും താമസിച്ചില്ല. അയാളെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് ചെന്നു. അപ്രതീക്ഷിതമായ അച്ഛനും പരിവാരങ്ങളും അവിടെ ചെന്നത് കണ്ട ആ വീട്ടിലെ കാരണം അവർ ചോദിച്ചു, എന്താ ഈ അസമയത്ത് വന്നത്? ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി വന്നതാണ്. മകൻ വന്നിട്ടുണ്ട്, ക്ഷമ പറയാനാണ് വന്നത്. പ്രകോപിതനാകരുത്, മകനെ സ്വീകരിക്കണം. ഇത്രയുമായപ്പോൾ നിയന്ത്രണം വിട്ടുപോയ മകൻ ഓടി അപ്പൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് വീണു. അലമുറയിട്ട് കരഞ്ഞു. അപ്പനെന്നോട് ക്ഷമിക്കണമെന്ന് ആ മനുഷ്യൻ ചങ്ക് പൊട്ടി കരഞ്ഞു. 10 മിനിറ്റ് ആ മകൻ അപ്പൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും അപ്പനിൽ യാതൊരു ഭാവമാറ്റവും കാണുന്നില്ല. ആശ്ചര്യത്തോടും നൊമ്പരത്തോടും കൂടെ ഞാൻ അപ്പനോട് ചോദിച്ചു, താങ്കളൊരു മനുഷ്യനാണോ ശീലയാണോ? പെട്ടെന്നാണത് സംഭവിച്ചത്. ആ മനുഷ്യൻ്റെ അതുവരെ തടഞ്ഞു നിർത്തിയ സകല സങ്കടങ്ങളും അണപൊട്ടി പുറത്തേക്ക് ഒഴുകി. മകൻ കരയുന്നതിനേക്കാൾ ഉച്ചത്തിൽ അപ്പൻ കരഞ്ഞു. കുനിഞ്ഞു ചെന്ന് തൻ്റെ കാൽക്കലിരുന്ന് കരയുന്ന മകനെ ചുമലിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ചു. എന്നിട്ട് ആ അപ്പൻ അവൻ്റെ കവിളിൽ ചുംബിച്ചിട്ട് അലറി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നീ എൻ്റെ മൂത്ത മകനാണ്. നിന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. നിന്നെ വാത്സല്യിച്ചതുപോലെ ഞാൻ ആരെയും വാത്സല്യിച്ചിട്ടില്ല. ഞാൻ നിന്നെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. എനിക്കറിയാം, നീ എന്നെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്കതെല്ലാം മറക്കാം മോനെ, എല്ലാം മറക്കാം. അന്നുണ്ടായ ആനന്ദം വർണ്ണനാതീതമാണ് പ്രിയപ്പെട്ടവരെ. ഈ നോമ്പിൽ അങ്ങനെ ചില അനുഭവങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകണ്ടേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ സംഭവിക്കണ്ടേ? അത് സംഭവിക്കുമ്പോൾ അനുഭവിക്കുന്ന ഒരു സൗഖ്യമുണ്ടല്ലോ, അതാണ് പരമാനന്ദം. അന്ന് അപ്പൻ വീടിനകത്തേക്ക് കയറി ഒരു പഴം പഴുത്ത് കിടന്ന കൊലയിൽ നിന്ന് ഉരിഞ്ഞുകൊണ്ട് വന്ന് ആ പഴത്തിൻ്റെ തോല് പൊളിച്ചിട്ട് അതിൻ്റെ പാതി മുറിച്ച് തൻ്റെ മകൻ്റെ വായിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇതുപോലെ ഒരു പഴത്തിൻ്റെ പാതി നിനക്ക് തന്ന് ബാക്കി തിന്നതാണ് അപ്പൻ്റെ ആദ്യകാലത്തെ ഓർമ്മ. ആ പഴത്തിൻ്റെ പാതി അപ്പൻ തിന്നു. പിന്നെ ഏറെ നാളെ അപ്പൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നില്ല. ഒരാണ്ട് തികയും മുമ്പോ അത് കഴിഞ്ഞ ഉടനെയോ അപ്പൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ ആ ദിവസത്തിൽ ഒരു നേരമെങ്കിലും അപ്പൻ മകൻ്റെ വീട്ടിലോ മകൻ അപ്പൻ്റെ വീട്ടിലോ ചെന്ന് ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിക്കുകയും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയും ചെയ്യുമായിരുന്നു. ആ അപ്പൻ മരണപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ആ മകനാണ്. എത്രയോ വർഷം തമ്മിൽ കാണാതിരുന്ന സംസാരിക്കാതിരുന്ന അപ്പനും മകനും. ദൈവമക്കളെ, എന്തു വലിയൊരു സൗഖ്യമാണ് അവിടെ സംഭവിച്ചത്. സൗഖ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ശാരീരിക രോഗങ്ങളുടെ വിടുതൽ മാത്രമാണ്. എന്നാൽ യഥാർത്ഥ സൗഖ്യമെന്ന് പറയുന്നത് മനസ്സിൻ്റെ ആഴങ്ങളിൽ ഉണ്ടാകുന്ന വലിയ വിടുതലാണ് പ്രിയപ്പെട്ടവരെ. ഇപ്രകാരം ഒരു സൗഖ്യത്തിൻ്റെ അനുഭവമാണ് നോമ്പ്. നോമ്പ് നമ്മളെ ആ തരമുള്ള വലിയ ഭാഗ്യത്തിലേക്ക് എത്തിക്കും.
വീണ്ടും ഈ വേദഭാഗം നമുക്ക് തരുന്നു. നീ യഥാർത്ഥത്തിൽ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ പ്രിയ ദൈവവൈതലേ, നീ വിളിക്കുമ്പോൾ ദൈവം നിനക്ക് ഉത്തരമരുളും. 9-ാമത്തെ വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ വിളിക്കുമ്പോൾ ദൈവം നിനക്ക് വേഗത്തിൽ ഉത്തരമരുളും. ഇന്ന് അനേകരുടെ സങ്കടം, ഞാൻ വിളിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല, ദൈവം എന്നോട് പ്രതികരിക്കുന്നില്ല, ദൈവം എന്നോട് മിണ്ടുന്നില്ല, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല എന്നൊക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം കൽപ്പിച്ചു പറഞ്ഞതുപോലെ ഒരു ക്രമപ്പെടുത്തലിൻ്റെ നോമ്പ് നാം അനുഷ്ഠിക്കുമെങ്കിൽ, അതിന് നാം തയ്യാറാകുമെങ്കിൽ, നിശ്ചയമായും നാം വിളിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരമരുളി ചെയ്യും. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, നമ്മുടെ യാചനകൾക്ക് മറുപടി കിട്ടും, നമ്മുടെ വഴികളെല്ലാം സുഗമമായി തീരും, അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും, കെട്ടിപ്പൊക്കിയ മതിലുകൾ ദൈവം പൊളിക്കും, ദൈവം നമുക്ക് പുതിയ സാധ്യതയുടെ വാതായനങ്ങൾ തുറന്നിടും. നിലവിളി കേൾക്കുന്ന ദൈവം നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരേണ്ടതിന് ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടെ ഈ നോമ്പ് നമുക്ക് സമർപ്പിക്കാം. നിശ്ചയമായും അങ്ങനൊരു പ്രതിഫലം നമുക്ക് കരുതപ്പെട്ടിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. കാരണം നമ്മുടെ നോമ്പ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ്. ആണെങ്കിൽ ഉത്തരമുറപ്പാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, 6-മതൊരു ചിന്ത ഈ വേദഭാഗം നമുക്ക് തരുന്നത് 11-ാമത്തെ വാക്യത്തിലാണ്. കർത്താവ് നിന്നെ വഴി നടത്തും, ഒന്നിനും മുട്ടില്ലാതെ വഴി നടത്തും. യഥാർത്ഥത്തിൽ സമർപ്പണത്തിൻ്റെ നോമ്പെടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവപരിപാലനം അനുഭവിപ്പാൻ കഴിയുമെന്നാണ്. പിന്നെ ആ വ്യക്തി ഒന്നിനെക്കുറിച്ചും ആകുലനാകേണ്ടതില്ല. വേണ്ടത് എന്താണെന്ന് വേണ്ടതുപോലെ കരുതി വേണ്ട സമയത്ത് അത് ആ വ്യക്തിക്ക് നൽകുവാൻ ദൈവം മനസ്സ് വയ്ക്കും. നോമ്പിലൂടെ തൻ്റെ ജീവിതം ക്രമപ്പെടുത്തി ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് സമർപ്പിതനാകുന്നൊരു വ്യക്തിയെ ദൈവം പരിപാലിക്കും, ഒന്നിനും മുട്ടില്ലാതെ. ഇങ്ങനൊരു ദൈവപരിപാലനത്തിൻ്റെ അനുഭവത്തിൽ നാം എത്തും ഈ നോമ്പിലൂടെ. അത് സാധിക്കണം, അത് സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആ മഹാഭാഗ്യം നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എത്ര ഭാഗ്യകരമാണ്. ഇതാണ് നോമ്പ് നമുക്ക് തരുന്ന പ്രതിഫലമെങ്കിൽ ഈ നോമ്പ് നമുക്ക് എത്ര ഭാഗ്യകരമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു അനുഭവം നമ്മൾ പ്രാപിക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ. 7-മത് നോമ്പ് നമുക്ക് തരുന്നതായ പ്രതിഫലത്തെക്കുറിച്ച് 11-ാം വാക്യം തന്നെ പറയുന്നത്, കർത്താവ് നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്നാണ്. അസ്ഥികളെ ബലപ്പെടുത്തുമെന്ന് വെച്ചാൽ നിനക്ക് ദൈവം നല്ല കായബലം തരും. ദൈവം നിൻ്റെ ക്ഷീണമെല്ലാം മാറ്റും. അവൻ നിനക്ക് ശക്തി പകരും. നിന്നെ നല്ല പോരാട്ട വീര്യമുള്ളൊരു വ്യക്തിയാക്കി തീർക്കും. ജീവിതത്തിൽ മുന്നേറാനുള്ള പ്രാപ്തി നിനക്ക് നൽകും. അധ്വാനിക്കാനുള്ള ബലം നിനക്ക് നൽകും. നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാവിധ അവശതകൾക്കും അവൻ അറുതി വരുത്തും. നീ ഒരു പുതിയ ശക്തി ആർജിക്കും. ഇതാണ് പ്രിയപ്പെട്ടവരെ അസ്ഥിക്ക് ബലം നൽകുന്ന ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നത്. നോമ്പ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ആരോഗ്യവും ബലവും പകരുന്നു എന്നുകൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ആത്മവീര്യത്തെക്കുറിച്ചുകൂടെ നാം തിരിച്ചറിയണം. നമ്മുടെ ആത്മാവിന് വലിയ ബലവും ശക്തിയും ഊർജവും തീഷ്ണതയും ഒക്കെ പകരുന്ന അനുഭവമാണ് നോമ്പ്. ഈ നോമ്പിലൂടെ അങ്ങനെ വിലമതിക്കാനാകാത്ത വലിയ പ്രതിഫലം പ്രാപിപ്പാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. 8-മത് നോമ്പ് തരുന്ന അനുഭവത്തെക്കുറിച്ച് അതേ വാക്യത്തിൽ പറയുന്നത്, നീ നനവുള്ള തോട്ടം പോലെയും വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. നനവുള്ള തോട്ടത്തിനൊരിക്കലും സൂര്യതാപമേറ്റ് ഉണക്കം വരില്ല പ്രിയപ്പെട്ടവരെ. ഇപ്പോൾ വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ അച്ഛൻ താമസിക്കുന്ന എറണാകുളം ജില്ലയിൽ കോതമംഗലം ദേശത്തൊക്കെ ധാരാളം ആളുകൾ ജാതി കൃഷി ചെയ്യുന്നവരാണ്. ജാതി എന്ന വൃക്ഷത്തിനൊരു പ്രത്യേകതയുള്ളത്, ധാരാളം വെള്ളം കിട്ടണം. ഇല്ലെങ്കിൽ 2-3 ദിവസത്തെ വെയിലേറ്റാൽ അതിൻ്റെ ഇല മുഴുവൻ വാടിക്കരിഞ്ഞ് കൊഴിഞ്ഞു പോകും. വീണ്ടും വെള്ളം കിട്ടിയാൽ അതിൻ്റെ കൊമ്പുകൾ കിളിർക്കും. വെള്ളം കിട്ടാതെ വീണ്ടും വരണ്ടുണങ്ങി നിന്നാൽ ആ മരം കരിഞ്ഞു പോകും. കനാലുകളിൽ വെള്ളം ലഭിക്കുന്നവർ അത് ജാതിത്തോട്ടത്തിലൂടെ തിരിച്ചുവിട്ട് ഒഴുക്കുകയാണ്. അല്ലാത്തവർ മോട്ടോർ കൊണ്ട് അടിച്ച് ജാതിത്തോട്ടം നനയ്ക്കുകയാണ്. എനിക്കുള്ള 10-12 ജാതികൾ ഉണങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ കിണർ വെള്ളം ഉപയോഗിച്ചത് നനയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസവും അത് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നനവുള്ള തോട്ടം, വറ്റിപ്പോകാത്ത നീരുറവ, അതായി നീ തീരും. നിനക്ക് വാട്ടം തട്ടുകയില്ല, നിനക്ക് ഉണക്ക് ബാധിക്കുകയില്ല, നീ ശുഷ്കിച്ചു പോകയില്ല, നീ നശിച്ചു പോകയില്ല.
നിന്റെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുപോലെ നീ അനുഷ്ഠിക്കുന്നുവെങ്കിൽ നീ പുഷ്ടി പ്രാപിക്കും. നല്ല ഫലം പുറപ്പെടുവിക്കാനുള്ള ആർജവത്വം നിനക്കുണ്ടാകും. അത് ആറ്റരികത്ത് നട്ടവൃക്ഷം പോലെയാകും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഭാഗ്യമാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടെ നോമ്പ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആയാൽ നനവുള്ള തോട്ടം പോലെയും വറ്റാത്ത നീരുറവ പോലെയും നീ ആയിത്തീരുമെന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ ഈ ഭാഗ്യം നമുക്ക് എങ്ങനെ നഷ്ടപ്പെടുത്താനാകും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ് ദൈവം ആഗ്രഹിച്ചതുപോലെ ആയാൽ നമുക്ക് പിന്നെ സമൃദ്ധിയാണ്. നമ്മളോട് ബന്ധപ്പെടുന്നവർക്ക് സമൃദ്ധിയാണ്. അത് നമ്മുടെ അനുഭവമാകട്ടെ. ഒരു ചിന്ത കൂടെ ചേർത്ത് വെച്ച് ഈ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. അവസാനം പറയുന്നത്, യഥാർത്ഥത്തിൽ ദൈവം കൽപ്പിച്ച് പറഞ്ഞതുപോലെ ഒരുക്കത്തോടെ സമർപ്പണത്തോടെ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം നോമ്പെടുക്കുന്നവനെ നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിശ്ചയമായി നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ തലമുറകളിലൂടെ നീ നന്മ അനുഭവിക്കും. മക്കളെ പ്രതി നോമ്പ് അനുഷ്ഠിച്ച് അവർക്ക് വേണ്ടി ജീവിതം ഒരുക്കത്തോടെ സമർപ്പിച്ച മാതാപിതാക്കളുടെ തലമുറകളുടെ നന്മ കണ്ടവർക്ക് ആനന്ദിപ്പാനിട വന്നിട്ടുണ്ട്. എന്നാൽ മക്കളെ ഈ നോമ്പനുഷ്ഠാനത്തിലൂടെ ഒരുക്കത്തിലൂടെ വളർത്താതെ പോയവർക്ക് പിന്നത്തേതിൽ അവരുടെ മക്കളുടെ തകർച്ച കണ്ട് കരയേണ്ടി വന്നിട്ടുണ്ട്. നോമ്പ് തലമുറകളുടെ അനുഗ്രഹത്തിന് കാരണമാകും. എത്ര മധുരമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. നീ വേണ്ടവണ്ണം നോമ്പനുഷ്ഠിച്ചാൽ നീ ഒരു വെളിച്ചമായി തീരും. നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നീ നല്ലവണ്ണം നോമ്പനുഷ്ഠിച്ചാൽ നിൻ്റെ നീതി ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടും. നീ നീതിമാനെന്ന് വിളിക്കപ്പെടും. നീ നല്ലവണ്ണം നോമ്പനുഷ്ഠിച്ചാൽ നിൻ്റെ കർത്താവിൻ്റെ മഹത്വം നിന്നെ പിന്തുടരും. നീ പോകുന്നിടത്തൊക്കെയും ദൈവനാമം മഹത്വപ്പെടും നീ മുഖാന്തിരം. നാലാമത് ദൈവവചനം പറഞ്ഞു, നീ വേണ്ടവണ്ണം നോമ്പനുഷ്ഠിച്ചാൽ നിൻ്റെ സകല രോഗങ്ങൾക്ക് ശമനം വരും. നിൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങും. കൽപ്പിച്ച് പറഞ്ഞു ദൈവവചനം, നീ നോമ്പനുഷ്ഠിക്കുന്നത് യാഥാർത്ഥ്യ ബോധത്തോടെ എങ്കിൽ നീ വിളിക്കുമ്പോൾ ദൈവം വേഗത്തിൽ ഉത്തരമരുളും. വീണ്ടും ദൈവവചനം പറഞ്ഞു, നിൻ്റെ നോമ്പ് കാമ്യമായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നിന്നെ വഴി നടത്തും, നിനക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ദൈവപരിപാലനം ലഭിക്കും. യഥാർത്ഥ നോമ്പനുഷ്ഠാനകരാണ് നമ്മളെങ്കിൽ കർത്താവ് നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും. നാം വലിയ ഊർജ്ജവും ബലവുമുള്ളവരായിത്തീരും. പിന്നീട് ദൈവവചനം പറഞ്ഞു, നാം കർത്താവിൻ്റെ സന്നിധിയിൽ അർഹമായി നോമ്പെടുക്കുമെങ്കിൽ നനവുള്ള തോട്ടം പോലെയും വറ്റിപ്പോകാത്ത നീരുറവ പോലെയും നമ്മളായിത്തീരും. ഒടുവിൽ ദൈവവചനം പറഞ്ഞു, നിൻ്റെ നോമ്പ് സ്വീകരിക്കപ്പെടുമെങ്കിൽ നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇതിൽ പരം എന്താണ് പ്രിയപ്പെട്ടവരെ നോമ്പ് നമുക്ക് തരേണ്ട അനുഭവം? നമുക്ക് ഈ നോമ്പിലൂടെ ഇതെല്ലാം അവകാശിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും സ്നേഹവാനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഭാഗ്യകരമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിത്തരുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് വളരെ മധുരമായി അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഈ നോമ്പ് നാളുകളിൽ ദൈവമേ ഈ പ്രതിഫലങ്ങളെല്ലാം പ്രാപിപ്പാൻ, അത് അനുഭവിച്ച് ആനന്ദം കൊള്ളുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഈ നോമ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവമായി തീരണമേ, ആനന്ദാനുഭവമായി തീരണമേ. ഞങ്ങളെ തന്നെ താഴ്ത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.